ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? സൂപ്പറല്ലേ? അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു മൗണ്ടൻ വ്യൂ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങളെ കുടുംബസംഗമം നടത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് റിസോർട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ ഇതിന് മലമുകളിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ ഒരു വലിയൊരു പാറയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിത് റിസോർട്ടിൽ നിന്ന് എടുത്ത വീഡിയോയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഞങ്ങൾ ആദ്യമായിട്ട് പോയതാണ്. അപ്പോൾ കുടുംബസംഗമം നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. അപ്പോൾ വീടുകളിൽ വെച്ചിട്ട് തന്നെയാണ് നടത്താറ്. ഏട്ടൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ തറവാട്ടിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നടത്താറ്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് റിസോർട്ടിലേക്ക് എല്ലാവരും വന്നത്. അപ്പോൾ ഇതാ നീന്തക്കുളമൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ഞങ്ങളൊന്നും അതിലിറങ്ങിയൊന്നുമില്ല. പിന്നെ ഇതാ ഇവിടെ കുടുംബസംഗമം ആരംഭിച്ചു. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു പരിപാടിയായിരുന്നു. നല്ല അച്ഛൻ്റെ മക്കളും മക്കളൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഡാൻസും പാട്ടൊക്കെ വെച്ചത്. പിന്നെ ഇത് അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു മൗന പ്രാർത്ഥന നടത്തിയതാണ്. അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ വിട്ടുപോയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൗന പ്രാർത്ഥനയായിരുന്നു. അച്ഛനുള്ള കാലം തൊട്ടേ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനില്ലാത്ത കാലത്തായാലും എല്ലാവരും ഒത്തുകൂടണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരു വർഷത്തിലൊരിക്കൽ എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടി ഇങ്ങനെ നല്ല പരിപാടികളൊക്കെ വെച്ച് ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് ഡാൻസും പാട്ടൊക്കെ കളിച്ച് അങ്ങനെ ഇതാ എൻ്റെ മോനാണിത്, ദേവൂട്ടൻ. അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി പോയതാണ്. അതായത് ഏട്ടൻ്റെ മക്കളാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും അറിയുന്ന പോലെയൊക്കെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തു. അവിടെ പിന്നെ അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു എൻജോയ് ചെയ്ത് അങ്ങനെ അടിച്ചുപൊളിയായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ ഓരോരുത്തർ പാടുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പാടും എന്നുള്ള കാര്യം തന്നെ. അത്ര വരെ ഇന്നേ വരെ പാടാത്ത ആൾക്കാരൊക്കെ അന്ന് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിയായിരുന്നു.
പാട്ടൊക്കെ പാടുന്നവർക്ക് സമ്മാനമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ അടുത്ത പരിപാടി കസേര കളിയായിരുന്നു. അപ്പോൾ മാമനും മരുമക്കളൊക്കെ കൂടിയിട്ടുള്ള കസേര കളിയായിരുന്നു. കുട്ടികളുടെ കസേര കളി ഉണ്ടായിരുന്നു. പിന്നെ അമ്മമാരുടെ എല്ലാം കസേര കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാമനും മരുമക്കളൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ല അടിച്ചു പൊളി കസേര കളിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഔട്ടാകുന്നതിനനുസരിച്ച് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവസാനം രണ്ട് മാമനും രണ്ട് മരുമക്കളും മാത്രമായി. അങ്ങനെ അത് തീരാറായി. അപ്പോൾ ഒരു മാമൻ ഔട്ടായി. അപ്പോൾ ഇനി ഒരു മാമനും രണ്ട് മരുമക്കളും കൂടെയായി. അങ്ങനെ മത്സരം നല്ല ജോറായി പുരോഗമിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ലേഡീസിൻ്റെ കസേര കളിയൊന്നും വീഡിയോയിലില്ല, കുട്ടികളുടെ കസേര കളിയും ഇല്ല. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇതാ മാമനും മരുമോനും ഒരു മാമനും ഒരു മരുമകനും മാത്രമായി. അപ്പോൾ അവസാനം മാമനാണ് ജയിച്ചത്. മാമന് സമ്മാനവും കിട്ടി. ഇങ്ങനെയൊക്കെ പരിപാടി വെച്ച് കഴിഞ്ഞാലല്ലേ എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷവും നടത്തി അങ്ങനെ ഒരു സമ്മാനമൊക്കെ കൊടുത്തു. പിന്നെ രാത്രിയിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. രാത്രിയിലത്തെ പരിപാടിയൊന്നും ഇവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതങ്ങനെ നേരം വെളുത്ത സംഭവമാണ്, സൂര്യൻ ഉദിച്ച് വരുന്നതാണ്. അപ്പോൾ മലമുകളിൽ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മക്കൾക്കെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാമാണ് കാഞ്ഞിരക്കുള്ളി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് ഇവിടെയൊക്കെ പോകണം. മഴക്കാലത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. നല്ല കാണാനൊക്കെ നല്ല സൂപ്പറാണ്. വേനൽക്കാലം ആകുമ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ അത്ര ശക്തിയിലൊന്നും ഉണ്ടാവില്ല. വലിയൊരു മലമുകളിലാണ്. അപ്പോൾ അവിടെ റിസോർട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഫാമിലിക്കൊക്കെ പോയി എൻജോയ് ചെയ്യാനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഫാമിലി അല്ല, ഞങ്ങൾ ഒരു 5-10 ഫാമിലി അടക്കമാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു. അവിടെ അത്രയും ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക.
അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെയാണ് ഇത്. നേരം വെളുത്ത ശേഷം ചായയൊക്കെ കുടിച്ച് എല്ലാവരും പോകാൻ റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി, മൊത്തത്തിലുള്ള ഫാമിലി ഇതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും പിരിയാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇത് കുടുംബ ഫോട്ടോയായിട്ട് എടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.